ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ഓറഞ്ച് സീസൺ കൂടിയല്ലേ, അപ്പം നമുക്കിന്ന് ഓറഞ്ച് കേക്ക് തയ്യാറാക്കി നോക്കിയാലോ. ഓവനും കുക്കറും ബീറ്ററും ഒന്നും ഇല്ലാതെ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പഞ്ചസാര 1/2 കപ്പ്, മൈദ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് 1 കപ്പ്, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്, ബട്ടർ 1/4 കപ്പ്, ഓറഞ്ച് ജ്യൂസ് 1/4 കപ്പ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദമാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് ഉപ്പ്, 3 ടീസ്പൂൺ കോൺഫ്ലോർ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി 1/4 കപ്പ് ബട്ടർ ഉരുക്കിയെടുക്കുക. ഇതിലോട്ട് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കണം. ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് മാത്രം ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി എടുത്താൽ മതി. ഓറഞ്ച് ജ്യൂസ് കുറച്ചു നേരം ഉണ്ടാക്കി വെച്ചിരുന്നാൽ കയ്പ്പ് വരും. അത് നമ്മൾ ഈ ഓറഞ്ച് ജാം കഴിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചെറിയ കയ്പ്പ് ഫീൽ ചെയ്യാറില്ലേ. അപ്പം നമ്മൾ ഈ ടൈമിൽ തന്നെ എടുത്ത കയ്പ്പ് കുറച്ച് കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ കയ്പ്പായിരിക്കും. അപ്പം ഞാൻ ഓറഞ്ച് ജ്യൂസ് എടുക്കുകയാണ്. വെള്ളം ചേർക്കാതെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി എടുത്താൽ മതി. ഇപ്പം ഞാൻ 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ എടുത്ത ഓറഞ്ചിന് കുറച്ച് തണുപ്പുണ്ട്. അതാണ് ഈ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ഈ ബട്ടർ വേറെ വേറെ ആയിട്ട് വരുന്ന. അതിന് സാരമൊന്നുമില്ല. നമ്മൾ മാവ് ചേർത്തിട്ട് കലക്കി എടുക്കുമ്പോൾ അത് റെഡി ആയിക്കോളും. പഞ്ചസാര അരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മാവ് ചേർക്കാം. 1 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തവി കൊണ്ട് 10 മിനിറ്റ് ഇത് നന്നായിട്ട് കലക്കിയെടുക്കാം. ഇപ്പം നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും താഴ്ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കുക. ബട്ടറോ എണ്ണയോ തേക്കുക. താഴ്ഭാഗത്ത് ഞാൻ ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മാവ് പുറത്ത് തൂക്കി കൊടുക്കാം. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 35-40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം ഓവനിലല്ല ചെയ്യുന്നത്, സാധാരണ നമ്മളെ പാനിലാണ്. ഞാനിവിടെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പാൻ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കുക. ചൂട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ആ ഹോള് അടച്ചിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലോട്ടാക്കുക. എന്നിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക. മാവൊന്നും അതിൽ പിടിച്ചു വരുന്നില്ലെങ്കിൽ കേക്ക് ബേക്കായി. നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇനി ഒരു 5 മിനിറ്റ് തണുത്തതിന് ശേഷം കേക്ക് പാത്രത്തിൽ നിന്ന് മാറ്റണം. 5 മിനിറ്റിനേക്കാളും കൂടുതൽ കേക്ക് പാത്രത്തിൽ വച്ചേക്കരുത്, എന്നാൽ കേക്ക് താന്നു പോവും. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.